വീഡിയോസിൻ്റെ ഇടയ്ക്കൂടെ എല്ലാവർക്കും സോദാ പോകും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് അലപ്പൊക്കെ കാണും, ക്ഷമിക്കണം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ എൻ്റെ ഷോറൂമിൻ്റെ അത് വണ്ടി ഇരുന്ന ആ പണിയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ എനിക്ക് പോലീസ് കേസ് ആയിട്ടുണ്ട്. ഞാൻ പോകാൻ വേണ്ടിയിരുന്നത് വൈസ് ടൗൺ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ സിറ്റിയിലോട്ടാണ്. പക്ഷേ എനിക്കിപ്പോൾ അങ്ങോട്ടോട്ട് എത്താൻ വേണ്ടി സാധിക്കുന്നില്ല. കാരണം ഇവിടെ പ്രസിഡന്റ് പറഞ്ഞുകൊണ്ട് പ്രൊട്ടക്ഷന് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിവിടെ ഇന്ത്യൻ പോലീസിനും കൂടെ നിയന്ത്രിക്കുന്ന മുഴുവൻ ഇന്ത്യൻ പോലീസാണ്. അപ്പോൾ ഇന്ത്യൻ പോലീസും അമേരിക്കൻ പോലീസും കൂടെ ചേർന്നൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ പോലീസുമാർക്കൊരു പണി കൊടുക്കാൻ വേണ്ടി നമ്മളെ ഹാക്കറിന് ഇവിടെ ഇരിക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ ഏരിയയിൽ ഒരു കമ്പ്യൂട്ടർ ഏരിയയാണ്. ആ അമേരിക്കയിലെ ആ വൈസ് ടൗൺ മുഴുവൻ ആ പ്രൊട്ടക്ഷൻ കൊണ്ടിങ്ങനെ നിൽക്കും. ചിലപ്പോൾ ആ പ്രൊട്ടക്ഷൻ നമുക്ക് ബാഡെന്ന് പറയുന്നൊരു സ്വിച്ച് പിടിച്ച് നമുക്ക് നീക്കിക്കഴിഞ്ഞാൽ ആ പ്രൊട്ടക്ഷൻ മുഴുവൻ പിന്നെ വൈലൻ്റ് ആവും. മുഴുവൻ ലേസർസൊക്കെ ആയിട്ട് മുഴുവനായിട്ട് അവിടെ നിന്ന് വരുന്ന ആൾ സൂര്യൻ്റെ അടുത്തോട്ട് പോകും പോലെ കരിഞ്ഞു പോകും ഗൈസ്. ഇത്ര എഫക്റ്റ് ഉള്ളതാണ്. പിന്നെ ഈ വണ്ടിയുടെ പേരാണ് ബുഗാട്ടി വെയറോൺ 2. അപ്പോൾ ആ കോഡ് നമുക്ക് നമ്മളെ കൂട്ടുകാരനെ കണ്ടുപിടിച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ജാക്കിൻ്റെ ക്യാരക്ടറായിട്ട് നമ്മൾ ഡെഫ്റ്റ് ഓട്ടോ എന്ന് പറയുന്ന ഒരു സിറ്റിയും കാര്യം തന്നെ ഉണ്ട്. എന്തായാലും ടൈഫട്ട് എന്നാണ് ആ സിറ്റിയുടെ പേര്. പക്ഷേ സർവറിൻ്റെ പേര് ഇന്ത്യൻ ഡെഫ്റ്റ് ഓട്ടോ സിമുലേറ്റർ എന്നാണ്. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. എല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അവിടെ കുറച്ച് ഗാർഡ്സും കാര്യം തന്നെ നിൽപ്പുണ്ട്. അവന്മാരെയൊക്കെ കൊന്ന് നമുക്ക് അകത്തോട്ട് കയറണം. ആദ്യം കുറച്ച് യൂണിഫോം ഇടാത്തവരുണ്ട്. അതുകൊണ്ട് പോകണം മിലിറ്ററി പാൻറ് ഇട്ടിട്ട് പോകണം ഒരുത്തൻ. പിന്നെ ഒരു ബ്ലാക്ക് കളർ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുന്ന ഒരു അമ്മച്ചി. പിന്നെ വേറെ സാധാരണ വൈറ്റ് ഉടുപ്പ് ഇട്ടുകൊണ്ട് പോകുന്നൊരു മനുഷ്യൻ, വൈറ്റ് കളർ മനുഷ്യൻ. ഓക്കെ, നമുക്ക് ഇവരാദ്യം നിർത്താം. ആദ്യം തന്നെ നമുക്ക് സ്നൈപ്പർ വെച്ച് നമുക്ക് തട്ടാവുക. മാസ്കും തൊപ്പി എടുത്തിട്ടേക്കാം. കൊന്നു വയസ്സ്. പൊന്നു സോദരേ, എന്തിനാ വേദന സഹിക്കാൻ? മുക്ത തൈലം വാങ്ങിത്തെപ്പിക്കും. ഇങ്ങനെ പോയാൽ ഉറപ്പായിട്ടും വാങ്ങിത്തെപ്പിക്കും. ഇതിനും കൂടെ ഒരെണ്ണം ഇരിക്കട്ടെ. വാങ്ങിക്കോളി നിങ്ങൾ മുക്ത തൈലം വാങ്ങിത്ത ചോളി. വണ്ടി തന്നെ തന്നെ എടുക്കാം. പോലീസ് അരെ പോലീസ് സറണ്ടർ കർത്തയോ. സറണ്ടർ കർത്തയോ വന്നിട്ടുണ്ട്. നമുക്കിന്ന് മാസായിട്ട് ഇങ്ങനെ അങ്ങ് നിർത്താം. ഇന്ന് പോലീസ് സ്റ്റേഷനിൽ വരണവരൊന്നും ജീവനോടെ വന്ന് പോകത്തില്ല മക്കളെ. ഇത് ഞാൻ തരുന്ന വാക്കാണ്. ആദ്യം നമുക്ക് ഈ മണ്ടന്മാരൊക്കെ തീർക്കണം. അകത്തുള്ളവന്മാരെ നമുക്ക് തീർക്കണം. ഒപ്പിക്കാണ്ടിരിക്കാൻ നമ്മൾ പോയാണ്. പിന്നെ സൈഡിൽ മാറുന്തോറും നമ്മളെ കൊന്നിട്ടുണ്ട് ഗൈസ്. നമ്മളിതാ വണ്ടി നമുക്കപ്പോൾ കോഡും കാര്യം തന്നെ നമുക്ക് എടുക്കണം. കോഡ് ഇവിടെയാണ് ഗൈസ് വെച്ചിരിക്കുന്നത്. സക്സസ്ഫുള്ളി കോഡ് ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ ഫോട്ടോ എടുത്തുള്ള കൂട്ടുകാരന് അയച്ചു കൊടുത്തിട്ടുണ്ട് ഗൈസ്. പോലീസ് ഇങ്ങോട്ടോട്ട് തന്നെ വന്നു. അപ്പോൾ ആ ഒരു കഠിനമായിട്ടുള്ള ഒരു ജോബിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ആ ഒരു കഠിനമായ ജോബിലാണ്. നമുക്ക് നേരെ നമ്മളെ ലംബോർഗിനി എടുക്കാൻ വേണ്ടി ഞാൻ ഇതിനെ പറന്നു പോകാം ഗൈസ്. അതുകൊണ്ട് പോലീസൊക്കെ അതുകൊണ്ട് അവിടെ ഉണ്ട്. അപ്പോൾ ഗൈസ് വണ്ടി ഇതാ പൊക്കൊണ്ടിരിക്കുകയാണ്. ഈ വണ്ടിയും കാര്യം തന്നെ നമുക്ക്
നിർത്തിയിടാം ഗൈസ്. നിർത്തിയിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം. ഡെഫ്റ്റിൻ്റെ അങ്ങോട്ട് നമ്മൾ പോകുമ്പോഴത്തേക്ക് നമ്മൾ ഡ്രസ്സൊക്കെ നമ്മൾ മാറ്റും ഗൈസ്. ബനിയൻ ഇട്ടേക്കാം ഗൈസ്. തൊപ്പി വേണ്ട, മുടി മതി. അവിടെ പോകുമ്പോഴത്തേ നമ്മൾ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റും ഗൈസ്. മാസ്ക് ഓർമ്മ ഇരിക്കട്ടെ. ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് നമ്മളെ ലംബോർഗിനിയുടെ കീയും കാര്യം തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ്. പറയുമ്പോൾ ലംബോർഗിനിയുടെ കീ ബുഗാട്ടിക്കകത്താണ് ഗൈസ്. ബുഗാട്ടിക്കകത്ത് ഡുഗാട്ടി കീയാണ് ഗൈസ്. മുഴുവനായിട്ടും പൊളിയല്ല. ഇനി ഒരു പ്രത്യേക ഒരു പ്ലാൻ ഞാൻ ഇട്ടതാണ് ഗൈസ്. നമ്മളത് കീ എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ഈ വന്നവന്മാരെയൊക്കെ ആദ്യം തന്നെ ആടിച്ച് തൂഫാനാക്കി തീർക്കണം. ഓ ഗൈസ്, നമ്മളെ വണ്ടി കയറി തന്നെ കത്തിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നേരെയാക്കാൻ വേണ്ടി നമ്മളെ കൂട്ടുകാരെ വിളിച്ച് ഒരു വാങ്ങാൻ വേണ്ടി കഴിഞ്ഞാൽ ഗൈസ് നമുക്ക് ഡുഗാട്ടിയുടെ സ്റ്റോറേജ് കപ്പാസിറ്റിക്ക് ഗൈസ് നമ്മളിതാ ഡുഗാട്ടിക്കകത്ത് നമ്മളിതാ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ സ്വന്തം മഞ്ഞക്കാരായിട്ടുള്ള ഗൈസ് നമ്മളിതാ വണ്ടി എടുത്ത് നമ്മളെ കത്തിക്കാണ്ട് ഇങ്ങനെ തന്നെ പോവാണ്. ഹുരാക്കൻ്റെ പവർ എന്ന് കാണിച്ചു കൊടുക്കാം മക്കളെ. വാടാ ഹുരാക്കൻ. അല്ല ലംബോർഗിനി ഹുരാക്കൻ്റെ പവർ ഇതാണ് മക്കളെ. നമ്മൾ പറത്തിയാണ് ഗൈസ് ഇടുന്നത്. നമുക്ക് പോകാൻ പ്രൈവറ്റ് ജെറ്റ് കാര്യം തന്നെ ഇവിടെ ഉണ്ട് ഗൈസ്, മഞ്ഞ കളറ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുത്തെ പ്രസിഡന്റ്, നമ്മളെ ശത്രുതയുള്ള പ്രസിഡന്റ് നമ്മളിന്ന് തീർക്കും ഗൈസ്. അതേപോലത്തെ ഒരു പ്രൊട്ടക്ഷൻ എനിക്ക് വേണ്ടിയിട്ട് ഇവിടെ അമ്മ ചെയ്തു തരുന്നുണ്ട്. നമ്മളെ വണ്ടികളും വീടുകളൊന്നും ആരും എടുക്കാതെ ഇരിക്കാൻ അങ്ങനത്തെ ഒരു സെറ്റപ്പ് അമ്മ ചെയ്തു തരുന്നുണ്ട്. അത് നമുക്ക് ഓണാക്കാം ഗൈസ്. ഓക്കെ, നമ്മളത് ഓണാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ തന്നെ വണ്ടിക്കകത്ത് കയറി ആ സിറ്റിയിൽ പോയിട്ട് അവിടെ ഒരു ഷോറൂമും കാര്യം തന്നെ ഉണ്ട്. അത് നമുക്ക് വിലയ്ക്ക് വാങ്ങിയിട്ട് നമുക്കത് നടത്താം ഗൈസ്. എന്നാണ് നമ്മളെ കൂട്ടുകാരും പറഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അവിടെ പോയിട്ട് ചെയ്താൽ മതി. നമ്മൾ ടൈഫറിലോട്ട് എന്ന് പറയുന്ന സിറ്റിയിലോട്ട് നമ്മളിതാ പോവാണ്. നമ്മളിതാ പയ്യെ ഇങ്ങനെ റൺവേക്കകത്തോടെ നമ്മളിതാ കയറ്റി എടുത്തിട്ടുണ്ട്. അധികം നേരം റൺവേക്കകത്ത് നിൽക്കത്തില്ലേ വണ്ടി സീനാണ് ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത സിറ്റിയോട്ട് എത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മളിതാ തിരിച്ചെത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ വേറെ സിറ്റിയിലാണ് ഗൈസ്. ITS സെൻട്രൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു റെയിൽവേ സ്റ്റേഷൻ എന്താണ്ട് ഇപ്പോൾ ഈ പോകുന്ന ട്രെയിൻ ഉണ്ടാ. ആ ട്രെയിനിൽ കൂടെ നമ്മളിപ്പോൾ വന്നത്. നമുക്ക് വേണ്ടിയിട്ടൊരു ഹെലികോപ്റ്ററൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലേ. എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. അതാണ് അവൻ പറഞ്ഞ ഷോറൂം. അതവൻ ഡീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വണ്ടിയും കൂടെ അവിടെ പോയിട്ട് നമുക്ക് എടുക്കണം. ഈ സിറ്റി പിന്നെ ചില സ്വിഫ്റ്റുകളൊക്കെ ഇതാണ് സ്വിഫ്റ്റുകളൊക്കെ നമുക്ക് എടുക്കാനൊക്കെ പറ്റും. ഗൈസ് അതാണ് അതെ തന്നെ എന്നാണ് ഗൈസ് തോന്നുന്നത്. വന്നിട്ട് കുറേ കാലമായി ഗൈസ്. ഗൈസ് ഇവിടെ ഹെലിപ്പാഡൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇത് തന്നെയാണ് അവൻ്റെ ഒരു ഹണ്ടറും താഴെ കാണും. നമ്മളെ സിറ്റിയിലൊന്നും ഹണ്ടറൊന്നും അലോയ്ഡ് അല്ല. എനിക്ക് ഹണ്ടറൊക്കെ നല്ല ഇഷ്ടമാണ് ഗൈസ്. ഹെലികോപ്റ്റർ നൈസായിട്ട് എനിക്ക് ഗൈസ് ഹെലികോപ്റ്ററിന് ഡാൻസ് കളിക്കട്ടെ ഗൈസ്. എനിക്ക് ഹണ്ടറിന് തരുമെന്ന് ചോദിച്ചു നോക്കാം ഗൈസ്. തരുമായിരിക്കും. അവൻ നമുക്കൊരു ഫോണും കാര്യം തന്നെ തന്നിട്ടുണ്ട്. ഇതാണ് ഫോൺ, ഒരു ഐഫോണാണ് ഗൈസ്. എൻ്റെ കയ്യിലിരിക്കുന്ന അതേ ഫോൺ തന്നെയാണ്. ഇവിടെ ഈ സിറ്റിയിൽ അതൊന്നും അല്ല ഗൈസ്. ഈ സിറ്റിയിൽ കുറേ ബൈക്കുകളൊക്കെ നമുക്ക് ഓർഡറൊക്കെ ചെയ്യാനൊക്കെ പറ്റും ഗൈസ്. പിന്നെ നമുക്ക് TV ഒക്കെ ഓണാക്കാനൊക്കെ സാധിക്കും. പിക്ക് ചെയ്യ വീഡിയോ. നമ്മൾ ലോകേര സിനിമ ഉണ്ട് ഇവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഞാൻ കാണിച്ചു തരാം.
ആദ്യം തന്നെ ആ ഡ്രസ്സൊന്ന് മാറ്റണം. ഓക്കെ, നമുക്ക് ഈ ഡ്രസ്സ് ഇട്ടിടാം. പാൻറ് ഇതെടുത്തിടാം. ഓക്കെ, മാസ്ക് ഈ ചിത്രം തികച്ചും സാങ്കല്പികവും കലാകൃത്തിന്റെ ഭാവനയും പൂർണ്ണമായും കാഴ്ചക്കാരുടെ വിനോദത്തിനായി നിർമ്മിച്ചിരിക്കുന്നതാണ്. ഞാൻ VLC-ലാണ് ഈ ലോഗോ കണ്ടത്, അതുകൊണ്ട് അതിൻ്റെ അകത്ത് ഈ ശബ്ദമില്ല. TV ഒന്ന് ഓഫ് ചെയ്തിട്ടങ്ങ് പോവാം. എന്തൊരു ശബ്ദം. പോലീസ് എൻ്റെ കൂട്ടുകാരനും കാര്യം തന്നെ ഒരു വണ്ടിയും കാര്യം തന്നെ സെറ്റാക്കാന്ന് പറഞ്ഞിട്ട് അവൻ്റെ എവിടെ പോയി? ചെറുക്കനെ കാണില്ല. ദാണ്ടിരിക്കണേടാ, സുഖ തന്നെയാടാ. പിന്നെ പരമസുഖം. നീ എന്തൊരു പറയണം? ഇതാ കൊള്ളാമോ വീടാക്ക? നീ ആ 100 എടുത്തോണ്ട് നമ്മളെ ഷോറൂമിലോട്ട് നോക്കോ? മാപ്പൊക്കെ നിന്റെ കൈ കാണുമല്ലേ? അതെ, മാപ്പൊക്കെ എൻ്റെ കയ്യിലുണ്ടാ, ഞാൻ പൊക്കോളാം. 100 എടുക്കാനേ. ഓടാ. 100 എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. 100 കയറി നമ്മളതാ ഷോറൂമിലോട്ട് പോകാം. നമുക്ക് വേണ്ടി അവൻ്റെ വണ്ടിയും കാര്യം തന്നെ സെറ്റാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എൻ്റെ പൊന്ന് ഗൈസ്, വന്ന് ഇറങ്ങിയത് പോലില്ല. നമ്മളെ വണ്ടിയല്ല, പൊട്ടിക്കല്ലേ. പിന്നെ ഈ സിറ്റിയിൽ ഗ്യാരേജൊക്കെ ഉണ്ട് ഗൈസ്, അവിടെ ഉണ്ടല്ലോ. അവിടെ നമ്മൾ മോഡിഫൈഡൊക്കെ ചെയ്യും. ഇവിടെ നമുക്ക് മോഡിഫൈഡ് അതിലും അധികം നമുക്ക് ചെയ്യാൻ വേണ്ടി കാര്യം തന്നെ സാധിക്കും ഗൈസ്. നമ്മൾ വന്ന വഴി ഇതല്ലേ ഇരുന്ന അതേ റെയിൽവേ സ്റ്റേഷൻ്റെ മാപ്പ് നോക്കി നമ്മളുടെ സ്ഥലത്തോട്ട് നമ്മളിതാ എത്തിയിട്ടുണ്ട്. അവിടെ കൊണ്ട് ഏതോ ഒരു എക്സ്പെൻസീവ് വണ്ടിയൊക്കെ കൊണ്ട് കൊടുക്കാനാണെന്ന് തോന്നുന്നു. നമുക്ക് വേണ്ടി തിരിച്ചു വെച്ചിരിക്കുന്ന വണ്ടി ഏതെന്ന് നോക്കിയാൽ ഗൈസ്. ചേട്ടാ, നമുക്ക് എടുത്ത് വെച്ചിരുന്ന വണ്ടി അത് ഞാൻ കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ് മോനെ. ഞാൻ പറയുന്നത് എടുത്ത് വെച്ച് കേട്ടോ. നിനക്ക് വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്ന വണ്ടി ബൈക്കല്ല, കാറാണ്. ഇതാണ് നിനക്ക് എടുത്ത് വെച്ചിരിക്കുന്ന വണ്ടി. ഇതാണ് ഈ സാധനം എനിക്ക് വാങ്ങിയത്. അതൊരു പൊളപ്പൻ സെറ്റ് വണ്ടി തന്നെയാണ്. പൈസ മുമ്പേ പെയ്ഡാണ്. നീ പോയി വണ്ടി എടുത്താൽ മാത്രം മതി. ഇവിടെ കുറെ റോബോട്ടുകളൊക്കെ കാണും ഗൈസ്. അതാണ്ട് ഇത് മുഴുവൻ റോബോട്ട് അഡീഷനിലാണ്. ഒന്ന് വെടിവെച്ച് നോക്കാം ഗൈസ്, അതാണ് സംഭവിക്കുമെന്തോ. ഇല്ല ഗൈസ്, വെടിവെച്ചതിന് വലിയ സംഭവിക്കാനൊന്നും ഇല്ല. നമ്മൾ ആ സിറ്റിയിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് നമുക്ക് ബോംബാണ് ഗൈസ് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ അകത്ത് ഇൻറ്റീരിയറൊക്കെ നമുക്ക് നോക്കി നോക്കാം ഗൈസ്. ഇൻറ്റീരിയറൊക്കെ പക്ക ലംബോർഗിനിയുടെ ഇൻറ്റീരിയർ തന്നെയാണ്. ഗൈസ് പൊട്ടി ഗൈസ്, ബാക്കിൽ നിന്ന് കണ്ട പൊട്ടണം. ഷിൻ്റെ മോനെ, നമ്മളെ സിറ്റിയിലെ ലംബോർഗിനിക്ക് പോലും ഇത്രയും ഫീച്ചേഴ്സ് ഇല്ലേ. എൻ്റെ മോനെ ഗൈസ്, സീനെന്ന് വെച്ചാൽ അമ്മാതിരി സീന് വണ്ടി ഗൈസ്. മോഡിഫൈഡും കൂടെ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന കഥ ഏതായിരുന്നു? ഇതായിരുന്നു അല്ലേ? ഓക്കെ, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. മാപ്പ് നമ്മളെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ വണ്ടിക്കകത്ത് മാപ്പുണ്ട് ഗൈസ്, അതുകൊണ്ട് പിന്നെ പേടിയണ്ട. നമ്മൾ പറത്തിയാണ് എന്നാ ഗൈസ്. നമുക്ക് വണ്ടിയും കാര്യം തന്നെയുള്ള നമ്മൾ പോയപ്പോഴത്തേക്കും ആളവിടെ ഇല്ലായിരുന്നു. ഇപ്പോൾ വിളിച്ച് നമ്മൾ ചോദിച്ചപ്പോഴത്തേക്കും ആളവിടെ ഉണ്ടെന്നാണ് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞത്. കൂട്ടുകാരൻ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും അവൻ പറഞ്ഞു ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് നേരെ തന്നെ പോയേക്കാൻ. ഷോറൂമുകാരന്മാർ ബൈക്ക് തിരിച്ചൊന്നും തന്നു. ഞാൻ ഇങ്ങ് വീട്ടിലോട്ട് വരികയും ചെയ്തു. നമുക്ക് അയ്യോ ഗൈസ്, പോലീസ് കേസായി. യവനത് കേസൊക്കെ നിർത്തിക്കോളും ഗൈസ്, കാരണം അവനെ ഇവിടെ എല്ലാവർക്കും അറിയാം. യവൻ ഇവിടുത്തെ MLA-യുടെ മോനെ, അങ്ങനെ ആരൊക്കെയാണ് ഗൈസ്. നമ്മളിതാ പറന്ന് പോയിട്ട് നമുക്ക് പോലീസും അതൊക്കെ സാധാരണ പോലെ നടക്കുന്നു, നമ്മളെ പിടിക്കാൻ വേണ്ടി വരുന്നു. ഇതാണ് ഇവിടുത്തെ നിയമം. അടുത്ത വീഡിയോ നമ്മൾ ചീറ്റ് കോഡ്സും കാര്യം തന്നെ ടെസ്റ്റ് ചെയ്യും. എന്നിട്ട് നമുക്ക് ഷോറൂമും കാര്യം തന്നെ നമ്മൾ വാങ്ങിച്ചിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പോലീസ് നമുക്ക് നേരെ പെട സെറ്റായിട്ട് നമുക്ക് മോഡിഫൈഡ്. കട മാറിപ്പോയി.
ഇത് പക്ക നമ്മളത് പഞ്ചാബ് ഗുജറാത്ത് അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത് ജിങ്കിടാങ്ക് ആണ് ഗൈസ് മുഴുവൻ കണ്ട ട്രാക്ടർ പിന്നെ സ്വിഫ്റ്റ് വാഗണർ എല്ലാം ഇന്ത്യ പക്ക. നമ്മളെ നാട്ടും ഇന്ത്യ അല്ലെന്നല്ല, നമ്മളെ സിറ്റി ഇന്ത്യയാണ്, ഇന്ത്യ അല്ലെന്നല്ല ഞാൻ പറയുന്നത്. രോഹിത് വഞ്ചനിപ്പോ ദേശീയ അങ്ങനെ വരുമുണ്ട് കേസുകളെ പറത്തി പോണ്ടിരിക്കുകയാണ്. ജിങ്കിടാങ്ക് 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 ജിങ്കിടാങ്ക്. ആ സിറ്റിയിലാണെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ മോട്ടറൊക്കെ നമുക്ക് വെക്കാൻ സാധിക്കും ഗൈസ്. ഈ സിറ്റിയിൽ അങ്ങനെ വെക്കാൻ എനിക്ക് സാധിക്കത്തില്ല. നമ്മളിതാ ഫസ്റ്റ് ഈ സിറ്റി വന്നിട്ടുള്ള ഫസ്റ്റ് മോഡിഫിക്കേഷൻ നമ്മളിതാ ചെയ്യാൻ വേണ്ടി പോവാണ്. ബ്ലാക്ക് അടിച്ചാൽ മതി അല്ലേ? കളർ നമുക്ക് ബ്ലാക്ക് അടിക്കാം, ഗ്ലാസ് കളർ റെഡ് അടിക്കാം, ഹോണ് ഇത് ഇടകട്ടെ, വീല് ഇത് ഇടകട്ടെ, റിമിൻ്റെ കളർ ബ്ലാക്ക് തന്നെ അടക്കണം. പിന്നെ ബ്ലാക്ക് അല്ലാതെ തന്നെ വേറെ കളി ഉണ്ടോ മക്കളെ? ബ്ലാക്ക് കഴിഞ്ഞു, വീല് വീലും കഴിഞ്ഞു. ഓക്കെ, സ്റ്റിക്കർ ഓക്കെ, ബാക്ക് ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മളതാ ചെയ്യേണ്ട ബ്രേക്ക് സ്പോർട്സ് ബ്രേക്കാണ് ഗൈസ്. നൈട്രോ എല്ലാം ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. സ്മോക്കിൻ്റെ കളർ നമുക്ക് റെഡ് കൊടുക്കാം. ഓക്കെ, നമ്മളതാ വണ്ടി എടുത്തിരിക്കുകയാണ്. അതിന് മുമ്പേ കണ്ട ലോഗോ എന്തൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ലോഗോ കണ്ടിട്ടുണ്ടല്ലോ. നമുക്ക് നേരെ ഇവിടെ ആട്ടോയൊക്കെ ഉണ്ട് കേട്ടോ. ആട്ടോയൊക്കെ കാണും, പക്ഷെ ഓട്ടോ ഇല്ലെന്നേ ഉള്ളൂ. ഈ സിറ്റിയിൽ അത്ര വഴിയൊന്നും അത്ര പരിചയമൊന്നും ഇല്ല, എന്നാലും നമുക്ക് പോവാം. അവിടെ നിന്ന് ഞാൻ പ്ലെയിന് വന്ന് പകുതിയിലൊരു സ്ഥലമുണ്ട് കടലിൻ്റെ നടുക്ക് വെച്ച്. ആ സ്ഥലത്ത് നിന്ന് നമുക്ക് ഏത് സ്ഥലത്തോട്ടും പോകാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം എല്ലാം കമ്പ്യൂട്ടർ പ്രൊട്ടക്ഷനൊക്കെ ഉള്ളതുകൊണ്ട് ചില സിറ്റികളിലോട്ടൊക്കെ വലിയ സെലിബ്രിറ്റീസൊക്കെ വരുമ്പോഴത്തേക്ക് ആ സിറ്റിയിലോട്ട് നമുക്ക് ഇനി പോകാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രവേശനം ഇല്ല എന്നായിരിക്കും ഗൈസ് പറയുന്നത്. അങ്ങനെയാണ് ഗൈസ് നമ്മളെ ഗെയിമിൻ്റെ അകത്ത് സ്ഥലത്തെത്തിയിട്ടുണ്ട്. അധികം നല്ല വൈകുന്നതാണ് ഗൈസ്. നമ്മൾ ഈ സിറ്റി വന്നിട്ട് തന്നെ ഇപ്പോൾ എടുത്ത 8 മിനിറ്റിൻ്റെ വീഡിയോ ആണ്. ആ സിറ്റി വന്നിട്ട് തന്നെ 7 മിനിറ്റിൻ്റെ വീഡിയോ ആണ് ഗൈസ് എടുത്തിട്ടുള്ളത്. ഇത് ആരെ സൈക്കിളാണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആരെ സൈക്കിളാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അടുത്ത വീഡിയോ നമ്മൾ അയാളെയും കൂടെ കാണിക്കുന്നതാണ്. അടുത്തതിൻ്റെ അടുത്ത് നമ്മൾ ഷോറൂം തുടങ്ങുമ്പോഴത്തേക്കും നാളെ നമ്മൾ കാണിക്കും ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് പോയി കിടന്ന് ഉറങ്ങാം ഗൈസ്. ഇനി നാളെ ഞാൻ അടുത്ത വ്ളോഗ് ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാത്തായിരിക്കും ഗുഡ് ബൈ.